സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമന നീക്കത്തിൽ ഗവർണറുടെ നീക്കത്തിന് തിരിച്ചടി. കെടിയുവിലെ താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാരിന് പാനൽ നൽകാം. ചാൻസലർക്ക് വേണ്ടി വിധിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് അനുചിതമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, കോടതിയിൽ ഗവർണർക്ക് തിരിച്ചടിയാണ്. എന്താണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ, വിശദാംശങ്ങൾ? താൽക്കാലിക വിസിയെ സ്വന്തം നിലയിൽ നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനാണ് ഇപ്പോൾ കോടതിയിൽ തിരിച്ചടി നൽകിയിരിക്കുന്നത്. കെടിയുവിലെ താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാരിന് പാനൽ നൽകാം. എന്നാൽ ഗവർണർ സ്വന്തം നിലയിൽ വിസിയെ നിയമിക്കുന്ന കാര്യത്തിൽ കോടതി താൽക്കാലികമായി ഇടപെടൽ നടത്തി തിരിച്ചടി അടിക്കുകയാണ്. 2023 കേസിലെ നിലപാട് കോടതി ഈ കേസിലും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമന നീക്കത്തിലാണ് ഗവർണർക്ക് കോടതിയിൽ തിരിച്ചടിയേറ്റിരിക്കുന്നത്. കെടിയുവിലെ താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാരിന് പാനൽ നൽകാം എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ചാൻസലർക്ക് വേണ്ടി വിധിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് അനുചിതമാകുമെന്നും കോടതി നിരീക്ഷിച്ചു. ആജ്ഞ, കേൾക്കാമോ? കെടിയു വിസി നിയമനവുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ ഇപ്പോൾ ഗവർണർക്ക് തിരിച്ചടി ഏറ്റിരിക്കുന്നത്. സർക്കാരിന് താൽക്കാലിക വിസി നിയമനത്തിന് പാനൽ നൽകാം എന്നും കോടതി നിർദ്ദേശിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും. ആജ്ഞ, പറഞ്ഞോളൂ. സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നീക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗവർണർക്ക് സ്വന്തം നിലയിൽ വിസിയെ നിയമിക്കാനാകില്ല. അത്തരത്തിൽ തന്നെയാണ്. അതായത് ഗവർണർ താൽക്കാലിക വിസ സ്വന്തം നിലയിൽ നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനാണ് തിരിച്ചടി ആയിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാരിന് പാനൽ നൽകാമെന്നും കോടതി ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. 2023 സിസ തോമസ് കേസിലെ നിലപാട് ആവർത്തിക്കുക തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഉണ്ടായത്. നേരത്തെ തന്നെ സിസ തോമസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിൽ ഉണ്ടായിരുന്ന ക്ലാഷുകളൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കോടതിയിലെത്തിയപ്പോൾ ഗവർണറുടെ നീക്കത്തിന് തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് തന്നെയാണ് ആ തീരുമാനം തന്നെയാണ് ഈ കാര്യത്തിൽ. അതായത് വിസി നിയമനത്തിൽ സർക്കാരാണ് പാനൽ നൽകേണ്ടത്. സർക്കാരിന് വിസി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പാനൽ നൽകാമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണർ ചാൻസലറാണ്. ചാൻസലർക്ക് വേണ്ടി വിധിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് അനുചിതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.